ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് അധികം കാര്യങ്ങളൊന്നും പറയാനില്ല. ഒരു കൊച്ച് ഓറഞ്ച് ഒന്ന് കഴിക്കണം. അതിപ്പം കഴിക്കണോ വേണ്ടതെന്ന് വിചാരിച്ചിരിക്കുന്നത് നടക്കും. ഞാൻ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതാണ് കാണിച്ചത്. അത് എടുത്തോണ്ട് വന്നപ്പോഴാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. എൻ്റെ ലക്കി സീറ്റി അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. വെയിലായത് കാരണം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാണിച്ചു തരാം. എപ്പോൾ കിട്ടിയാലും അവന്മാർ അല്ലേ വിറകിട്ട് കടിയാണ് അതാ നടക്കുന്നത്. ഇനി ലക്കിപ്പെണ്ണ് വലുതായി കേട്ടോ. ലക്കിപ്പെണ്ണ് വലുതായി. അപ്പോൾ അതുപോലെ ഞാനും ഒരു വീഡിയോ ചെറുതായിട്ട് എടുത്തേക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എന്താ നമുക്ക് സംസാരിക്കാനുള്ളത്? ഞാൻ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചോട്ടെ. ഇനി ഇച്ചിരി പണിയൂടെ ഉണ്ട്. തുണിയെല്ലാം വന്നിട്ട് അലക്കിയിട്ടു കേട്ടോ. അതൊരു ഭാഗ്യം തന്നെ. തുണി അലക്കിയിട്ടു. പിന്നെ അയൽക്കൂട്ടത്തിന് പോയി. ഇനി വൈകിട്ടത്തേനുള്ള ചോറും കറിയൊക്കെ ആക്കണം. അയ്യോ, അപ്പം ഞാൻ ഈ ഒരു ഓറഞ്ച് പൊളിച്ച് കഴിക്കാമെന്ന് വിചാരിക്കുക. വേണോ? വേണമെങ്കിൽ ഒരു ഇച്ചിരി തരാം. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല വീഡിയോകളൊന്നും ഒത്തിരി പേര് നല്ല വീഡിയോകളൊക്കെ ഇടുന്നുണ്ട്. എന്നാലും എൻ്റെ ഈ കൊച്ചു വീഡിയോയും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ പോകണം കേട്ടോ. നല്ല മധുരമുണ്ട്, അത്യാവശ്യം മധുരമുണ്ട്. അതിൻ്റെ കുരു വിഴുങ്ങി. ഞാൻ ലക്കിപ്പണ്ണീനെ ഇഷ്ടമാണ്. ഓടി വരുന്നുണ്ട്. അതെ, ചക്കൂസേ, ചക്കു ഇതാ. എന്ത് ലക്കിപ്പണ്ണിന് ഓറഞ്ച് വൈകിട്ട് കിടക്കാതെ നേരം ഞങ്ങളുടെ കൂടത്തില്ല. ഓറഞ്ച് വേണം, കടല വേണം. അവന് ഭയങ്കര നിർബന്ധമാണ്. ആപ്പിൾ വേണം. ഇവനായിട്ട് ആപ്പിൾ, മീൻ ഇതെല്ലാം വാങ്ങിക്കും. ഇപ്പോൾ വന്നാൽ ഒരു പീസ് ഓറഞ്ച് തരാം. അവിടെ പോവാ. നീ വാടാ മമ്മി. അവൻ മരുന്നുണ്ട്. ആദ്യം ഒരു ഓറഞ്ച് തിന്നു കേട്ടോ. അതിന് നല്ല മധുരമായിരുന്നു. ഇതിന് ഇച്ചിരി വാടിപ്പോയതാന്ന് തോന്നും. പിന്നെ പനി മാറിയില്ല. പനി മാറുന്ന പറഞ്ഞാൽ ഒച്ചയടപ്പ് മാറിയിട്ടില്ല. ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് ഇപ്പം തന്നെ കാണിച്ചു തരാം കേട്ടോ. ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞ പ്രാവശ്യം. ഇച്ചിരി മധുരമുണ്ട്. ഇന്ന് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ വേറൊരു സഭയിലാണ് പോയത്. അപ്പോൾ ആ സഭയിൽ ചെന്ന് കഴിഞ്ഞപ്പം പ്രസംഗം പറയാൻ എനിക്ക് കിട്ടി. എൻ്റെ ആദ്യത്തെ പ്രസംഗമാണേ. എന്തായാലും ഒരുവിധം ഒപ്പിച്ചെന്ന് പറയാം. അപ്പോൾ ഹലോ ഗൈസ്, ലാസ്റ്റ് പീസാണ്. ഇവിടെ ഇരുന്നാ കഴിച്ച കേട്ടോ. റോഡ് വക്കത്ത് വീടിൻ്റെ ഫ്രണ്ട് വശം. ചുമ മാറിയിട്ടില്ല. ചുമ മാറിയില്ലെങ്കിൽ പോലും ഞാൻ വെള്ളം കുടിക്കും.
തണുത്തോളം കുടിച്ചു. ചൂടുവെള്ളം കുടിക്കാൻ പറ്റേ ഇതുപോലെ ചൂടാകുമ്പോൾ എങ്ങനെ ചൂടുവെള്ളം കുടിക്കും? നമുക്ക് ആഗ്രഹം തോന്നത്തില്ല. താളി അരയ്ക്കാനായിട്ട് ഇഷ്ടം പോലെ ചെമ്പരത്തി ഉണ്ട്. പക്ഷെ ഇതൊന്നും അരച്ച് തലയിൽ തേക്കാനുള്ള സമയം നമുക്ക് കിട്ടാറില്ല. ഇഷ്ടം പോലെ പൂവുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ എനിക്ക് 4 സൈസ് ബന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് ഓർത്തായിരിക്കുന്നത്. ഇനിയിപ്പം ഈ മഴയെല്ലാം കഴിഞ്ഞിട്ട് വേണം. അത് കണ്ടോ, എനിക്ക് ഈ ബന്ദിയും കഴിഞ്ഞ പ്രാവശ്യം കണ്ടോ ഇഷ്ടം പോലെ ബന്ദിയുണ്ട്, വാടാമുല്ല. അങ്ങനെ എനിക്ക് ചെടി എന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ പൂവുണ്ടായി കാണുമ്പോൾ നമുക്ക് എന്തൊരു ആഹ്ലാദമാണ്. അതുപോലെ ഇതും ചെമ്പരത്തിയാണ്. ഇത് കട്ടച്ചെമ്പരത്തി വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. അവനൊക്കെ ഇത് വിരിയാറായി. ഇത് വിരിഞ്ഞിട്ട് വാടിപ്പോയി നിൽക്കുക കേട്ടോ. കുഴപ്പമില്ല. ഇവിടെ 2 ടൈപ്പ് ഇതുണ്ട്, ശംഖുപുഷ്പം. വാ, ഓടി വാ. ഇല്ല, ലക്കിപ്പെണ്ണ് ഓടുക. അവന് ഇന്ന് നമ്മൾ ഇറങ്ങുമ്പോഴത്തേന് ഇച്ചിരി ഓടാൻ കിട്ടുന്ന അവസരം തന്നെയാണ്. എന്നും മുറിക്കകത്തിട്ടേച്ചല്ല പോകുന്നത്. ഞങ്ങൾ വരുന്നവരെ ഇവിടെ ഇട്ടേച്ച് പോകും കേട്ടോ. പാവം, ഞങ്ങൾ 2 പേരും പോലെ. ബാക്കി ആരും ഇവിടെ നോക്കാൻ ആരും ഇല്ലാത്ത കാരണം ഇവനെ കണ്ണ് തിരിഞ്ഞാൽ ഇറങ്ങിപ്പോവും ആരെങ്കിലും വിളിച്ചാൽ. അപ്പം നമുക്ക് അവനെ ഇവിടെ വെളിയിലിട്ടേച്ച് പോകാൻ പറ്റത്തില്ല. അത് കാരണം അവന് ഞങ്ങൾ മുറിക്കകത്താണ്. ഇന്ന് ഞായറാഴ്ച ആയത് കാരണം അവന് സന്തോഷിച്ച് ഓടി നടക്കുമോ പാവം. ഞാനും അവനും നടക്കാൻ ഇറങ്ങിയതാണ്. അതുപോലെ അങ്ങ് അറ്റത്ത് കണ്ട അവരും നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. കാണുന്നുണ്ടോ? അവരും നടക്കാൻ ഇറങ്ങി, ഞങ്ങളും നടക്കാൻ ഇറങ്ങി. ഇച്ചിരി നേരം നടക്കുക. ഇന്ന് ഈ സമയത്തൊക്കെ ഇപ്പോഴെന്ന് പറയുന്ന പോലെ കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. ഞായറാഴ്ച ഒരു ദിവസം കിട്ടും. കഴിഞ്ഞ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. കഴിഞ്ഞ ഞായറാഴ്ച അച്ഛനും അമ്മയും ഇവിടെ വന്നതിൽ കഴിഞ്ഞ ഞായറാഴ്ച. അപ്പം നമ്മളൊന്ന് ഓർത്ത് നോക്കണം, നമ്മൾ ഓരോ നിമിഷം ഇങ്ങനെ നടക്കുന്ന സമയങ്ങളെ. അച്ഛൻ കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ വന്ന് ഇവിടെ വന്ന് ചോറൊക്കെ കഴിച്ചിട്ട് പോയതാണ്. ചൊവ്വാഴ്ച വൈകിട്ട് മരിച്ചു, ബുധനാഴ്ച അടക്കം. അപ്പോൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്നൊരു ചിന്ത വരും, എത്ര പെട്ടെന്നാണ് ഓരോരുത്തർ അല്ലേ. ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്ന് നോക്കാൻ പേടിയാണ്. ചെറിയ പിള്ളേരാണ്. ലക്കുവേ ബാടാ ബാ. ഒരുപാട് പേര് പല കാരണത്താൽ പല അസുഖങ്ങളും, ചിലർക്ക് അസുഖങ്ങൾ, ചിലർ ആത്മഹത്യ ചെയ്യുന്നു. കേട്ടിട്ട് തന്നെ പേടിയാണ് നമുക്ക്. ഈ മുൻപോട്ടുള്ള ജീവിതം എങ്ങനെ ഭയങ്കര പേടിയാണ്. അപ്പോൾ കിട്ടുന്ന അവസരം നമ്മൾ സന്തോഷിക്കുക, ദൈവത്തെ കൂടുതൽ അറിയുക. അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഞാനൊരു കൊച്ചു വീഡിയോ എടുത്തതാണ് ഇതിനിടയ്ക്ക്. ബായോ, ഓടി വാ കുഞ്ഞാറ്റി പറഞ്ഞാ. ഇങ്ങ വാ, അവിടെ പോകണ്ടേ. വാ ഇവിടെ വാടാ. വന്നേ വാ, ഇവിടെ വാ. കയറി വാ. ഓടി വായോ. അവന് നമ്മൾ കൂടെ നടക്കുന്നതാണ് അവനൊരു സന്തോഷം. ഇന്ന് ഒരിക്കലും ഇറക്കി വിട്ട് ഇങ്ങനെ നടക്കുന്നില്ല. കാരണം എൻ്റെ കൂടെ ഈ വഴിയിൽ കൂടെ ഇങ്ങനെ വാ, ഓടി വാ. എൻ്റെ ലക്കിപ്പെണ്ണ് ഇങ്ങനെയായി കേട്ടോ. കൂടെ ഒന്നുമില്ല കേട്ടോ. കൂടെയല്ല, ആ കുഞ്ഞിലേ ഇരുന്ന് കൂടെയല്ലേ. അവനിപ്പോൾ 3 മാസമായി. 3 മാസത്തെ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് നടക്കുക കള്ളിപ്പെണ്ണ്. വാടാ വാ, ഇങ്ങോട്ട് വാ. ഞാൻ അവനെ കുഞ്ഞാൻ്റി എന്നാണ് വിളിക്കണേ. എന്നെ കുഞ്ഞാൻ്റി പോകുവാന്ന് പറയും. ഓടി വാ. അയ്യോ വാ, കയറി വാ. ഇല്ല, കുറുക്കൻ എടുത്തോണ്ട് പോകും. വാ. അവനെ കുറുക്കൻ കൊണ്ടുപോകും, ആൾക്കാർ പിടിച്ചോണ്ട് പോകും. ഇവിടെ വാടാന്ന് പറഞ്ഞാൽ ഞാൻ കൂട്ടിക്കൊണ്ട് നടക്കുന്നത്. പിന്നെ എന്താ വേറെ വിശേഷങ്ങൾ പറയാൻ തന്നെ. ഇനി ചായ ഉണ്ടാക്കണം. വേറൊരു പൂ കാണിച്ചു തരാം കേട്ടോ. വാ, കയറി വാ. ലക്കിയേ, നീ വന്നേ. ഇവിടെ വാ. വഴിയിലിറങ്ങി പോകാതെ കുറുക്കൻ പിടിച്ചോണ്ടോ. കുറുക്കൻ വാ. അത് കണ്ടോ, കിണെന്നും പറഞ്ഞു. വാ, പൊക്കം വെക്കുന്നതാണ്ട് ക്ഷീണിച്ചു പോവാ. വാ കയറി വാ. എവിടെയാ? അയ്യോ കുഞ്ഞു മുത്തോടി വന്നേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോ. ഞാൻ ഈ പൂവും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇത് നല്ല അങ്ങോട്ട് പോകണ്ട. കയറി വാ. അവനെ നമ്മൾ കയറി പോന്നാലും അവനവിടെ ചുറ്റിപ്പറ്റി നിൽക്കാതാണ് പോണത്. എന്താ അവനിപ്പോൾ പോയി വലുതായി വരുമ്പോൾ കൂടെ ഇവിടെ വാ. വഴിയിലോട്ടൊന്നും കയറിപ്പോവല്ലേ. അപ്പോൾ
എൻ്റെ ചാനൽ കാണുന്നവർ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പതിവ് പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വരുന്നവരെ ബായ്.